മാസപ്പടി അവയവ കച്ചവടം തുടങ്ങി സുപ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഇഡിയുടെ ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ കൊച്ചി ഓഫീസിൽ നിർണായക യോഗം ചേരും. മാസപ്പടി കേസിലെ തുടർ നടപടികൾ ചർച്ചയാകും. കൂടാതെ അവയവ കച്ചവട കേസിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്ക് സംബന്ധിച്ച് ശേഖരിച്ച തെളിവുകളും വിലയിരുത്തും. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകും. ജിജീഷ്, ഈ രണ്ട് സുപ്രധാനമായ കേസുകളും വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന വേളയിലാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുപ്രധാനമായ യോഗം ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സുപ്രധാന കേസുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഒന്ന് മാസപ്പടി കേസ്, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കേസ്. ഒപ്പം തന്നെയാണ് അവയവക്കടത്ത്. നിരവധി സ്വകാര്യ ആശുപത്രികൾ, നമ്മൾ നേരത്തെ തന്നെ നൽകിയ ലക്ഷോർ ആശുപത്രി അടക്കമുള്ള ആശുപത്രികൾ എങ്ങനെയാണ് ഇതിൽ പങ്കാളികളാകുന്നത് എന്നതിന്റെ വിവരങ്ങൾ നൽകിയിരുന്നു. അത്തരത്തിൽ സ്വകാര്യ ആശുപത്രികൾ അവയവ കച്ചവടത്തിന്റെ ഭാഗമായതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം, ഈ രണ്ട് പ്രധാനപ്പെട്ട കേസുകളിൽ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണ പുരോഗതി, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ, ലഭിച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് ദിവസങ്ങളിൽ ദ്വിദിന യോഗം ഇന്ന് ആരംഭിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആണ് ഈ ഒരു കേസിന്റെ ദക്ഷിണ മേഖലയുടെ മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, പ്രശാന്ത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേകമായി കേസുകൾ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും, അഡീഷണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലുകളിൽ ലഭിച്ച തെളിവുകളും വിശകലനം ചെയ്യുക, കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം, ഒപ്പം തന്നെ ഇനി ആരെയെല്ലാം ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് കൂടിയാണ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. പ്രത്യേകിച്ച് കോടതിയിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടിയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിട്ടുണ്ട് മാസപ്പടി കേസിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ടി വീണയുടെ സ്വത്തുക്കൾ വിശകലനം ചെയ്യാനും അത് എവിടെയെല്ലാമാണ് സ്വത്തുക്കൾ ഉള്ളത് എന്ന് കണ്ടെത്താനും റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ ദിവസം പരിശോധനകളെല്ലാം തന്നെ കണ്ണൂർ ജില്ലയിലെ പിണറായിലടക്കം അന്വേഷണ സംഘം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ ചർച്ചയിൽ പ്രധാനപ്പെട്ട വിഷയമായി വരികയും ചെയ്യും. ഗൗതം, ഓക്കെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദക്ഷിണ മേഖലയുടെ നിർണായകമായ യോഗമാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. മാസപ്പടി കേസിലെ അന്വേഷണ പുരോഗതിയും അതോടൊപ്പം തന്നെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്വേഷണ പുരോഗതിയൊക്കെയാണ് ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്.